കാരണം ഈ മനുഷ്യൻ വരുമോ, ടൈമിന് എത്തുമോ, കാര്യങ്ങളൊക്കെ റാഹത്തിൽ നടക്കുമോ, ഇതൊക്കെ ആലോചിച്ച് വലിയൊരു ടെൻഷൻ, ഒരു ഹമ്മ്. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസ്ബിൻ വലാ വസബിൻ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ടെൻഷനും അള്ളാഹു കൂലി തരുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഒരു ധർമ്മസമരം നടക്കുമ്പോൾ താബിഈങ്ങളിൽ പ്രമുഖരായ പ്രഗത്ഭരായ ആളുകൾ ആ യുദ്ധത്തിൽ സംബന്ധിച്ചത് അല്ലമ അബ്ദുറഹ്മാൻ ബിൻ സൗസി തങ്ങളടക്കമുള്ള ആളുകൾ വളരെ വിശദമായൊരു മനോഹരമായ സംഭവം രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ജഅഫർ ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. സുലത്ത് ഇബ്നു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ അല്ലാഹുവിൻ്റെ ആരിഫാണെന്നറിയപ്പെട്ടിരുന്ന മഹാനാണ്. സുലത്ത് ഇബ്നു അശ്യം തങ്ങൾ ഒരു യുദ്ധത്തിലുണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ അല്ലാഹു വിജയം നൽകിയിരിക്കുമെന്നാണ്. ഹൽ ഫീകും മൻ റആ അസ്ഹാബ റസൂലില്ലാഹ് ഹൽ ഫീകും മൻ റആ അസ്ഹാബി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സു ഫിആമുൻ മിനൻ നാസ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെയും താബിഉകളുടെയും താബിഉകളുടെയും ബറക്കത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബിയോ ഒരു താബിഇയോ ഒരു താബിഉ നാം ആദ്യത്തെ ഖൈറുൽ ഖുറൂൻ, പരിശുദ്ധ നൂറ്റാണ്ടെന്നറിയപ്പെടുന്ന ആ 3 നൂറ്റാണ്ടുകളിലെ ഏതെങ്കിലും ഒരാൾ ഒരു സൈന്യത്തിലുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ കാരണം, അള്ളാഹു ബറക്കത്ത് കാരണം പടച്ചതമ്പുരാൻ ആ യുദ്ധത്തിൽ വിജയം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബി ഉണ്ടെങ്കിൽ, സ്വഹാബത്തിൻ്റെ കാലം കഴിഞ്ഞ് ഒരു താബിഇ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു താബിഉ ഉണ്ടെങ്കിൽ, താബിഈങ്ങളെ കണ്ടവർ, താബിഈങ്ങൾ സ്വഹാബികളെ കണ്ടവരാണ്. അപ്പോൾ സ്വഹാബികളെ കണ്ടവരുണ്ടെങ്കിൽ പോലും അവർക്ക് ആ യുദ്ധത്തിൽ വിജയമുണ്ടാകും. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവരുടെയൊക്കെ കണ്ണുകളിൽ മുത്തുനബി തങ്ങളെ സ്വഹാബികൾ കണ്ട ഒരു പ്രകാശമുണ്ട് എന്നതുകൊണ്ടാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളുകൾ സ്വഹാബികൾ, അവർക്ക് തങ്ങളെ കണ്ടു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ബറക്കത്തുണ്ട് എന്നാണ്. ബദരീങ്ങളായ അസ്ഹാബുകളുടെ മഹത്വം നമുക്കറിയാം. ഉഹദീങ്ങളായ അസ്ഹാബുകൾ, തബൂക്കികൾ, ഖന്ദഖികളായ സ്വഹാബിമാർ, ഹുനൈനികളായ സ്വഹാബിമാർ, ബൈഅത്തുർ റിദ്വാനിൻ്റെ ആളുകൾ, ബൈഅത്തുൽ അഖബയുടെ ആളുകൾ, സുൽഹുൽ ഹുദൈബിയയിൽ ഹബീബിൻ്റെ കൂടെ ഉംറക്ക് വന്ന ആളുകൾ, ഹജ്ജത്തുൽ വിദാഇൽ പങ്കെടുത്തവർ, ഫത്ഹ് മക്കയിൽ വന്നവർ, ഇവരൊക്കെ ഈ ലോകത്തിൻ്റെ വെളിച്ചങ്ങളാണ്, ഓരോരോ നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങളൊക്കെ, ആ നക്ഷത്രങ്ങളുടെ പ്രഭാവലയം എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കൊക്കെ മഹത്വമുണ്ട്, അവർക്കൊക്കെ ബറക്കത്തുണ്ട്. അതാണ് നമ്മൾ തബറുക്ക് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. സുലത്ത് ഇബ്നു അശ്യം തങ്ങൾ ആ യുദ്ധത്തിലുണ്ടായിരുന്നപ്പോൾ ജഅഫർ ഇബ്നു സയ്യിദ് എന്നവർ പറഞ്ഞു, വല്ലാഹി ലഅർമുഖന്നഹു, ഞാൻ ഇന്ന് സുല തങ്ങളെ ശരിക്കൊന്ന് വീക്ഷിക്കാൻ പോവുക, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളൊക്കെ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ യുദ്ധം ദിവസങ്ങളോളം തുടർന്ന ഒരു യുദ്ധമായിരുന്നു അത്. അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങാൻ അവരവരുടെ ഹൈമകളിലേക്ക് മാറിയപ്പോൾ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നിയപ്പോൾ മഹാനായ സുലത്ത് ഇബ്നു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹി മെല്ലെ എഴുന്നേറ്റ് കയ്യിലെ നിസ്കാരപ്പടവും എടുത്ത് നിലാവിൻ്റെ നേർത്ത വെളിച്ചത്തിൽ മഹാനവറുകൾ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടു. ആര് പറയുന്നു? ജഅഫർ ഇബ്നു സയ്യിദ് എന്നവർ പറയാം റഹ്മഹുല്ലാ. അദ്ദേഹം പോകുന്നത് ഒരു കുറ്റിക്കാട്ടിലേക്കാണ്. മരങ്ങളൊക്കെ തിങ്ങിക്കൂടിയ ഒരിടം, ആരും കാണാത്തിടം, രാത്രിയാണ്, എല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. താബിഈങ്ങളുടെ
വലിയൊരു സംഘം ആളുകളുള്ള ഒരു യുദ്ധമായിരുന്നു അത്, ആ സൈന്യം. അപ്പം ഞാൻ പിന്നാലെ ചെന്ന് നോക്കി. മഹാനവറുകൾ അല്ലാഹു അക്ബർ ചൊല്ലി ആ രാത്രിയിൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. ഞാൻ ബാക്കിൽ പോയിരുന്നു. കുറേ നേരം ആ നിസ്കാരം തുടർന്നു. ആ നിസ്കാരത്തിനൊടുവിൽ ഒരു സിംഹത്തിൻ്റെ ഗർജനം ഞാൻ കേട്ടു. അത് കേട്ടപ്പോൾ ഞാനൊരു മരത്തിൻ്റെ മുകളിൽ പേടിച്ച് വിറച്ച് അള്ളിപ്പിടിച്ച് ആ മരത്തിൻ്റെ ഉയർന്ന കൊമ്പിൽ നിന്ന് ഞാനിങ്ങനെ മിണ്ടാണ്ടിരുന്നു. താഴെ സുലത്ത് റഹ്മഹുല്ല മഹാനവറുകൾ മുസല്ലയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. റുക്കൂയിലേക്ക് പോകുന്നു. ആ സിംഹം അടുത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തൊട്ട് മണക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ ഒരു പേടിയില്ലാണ്ട് മഹാനവറുകൾ റുക്കൂവും സുജൂദും അത്തഹയ്യാത്തും എല്ലാം കഴിഞ്ഞു. സലാം വീട്ടി. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു ആ സിംഹത്തോട്, അയ്യുഹസ്സബ, അല്ലയോ ഹിംസ്രജീവിയായ ജന്തുവേ, ഉത്ലുബിർ റിസ്ഖ മിൻ മകാനിൻ ആഖർ, നിന്റെ ഭക്ഷണം ഇവിടെ ഇല്ല, നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് വല്ല ഭക്ഷണവും നോക്കിക്കോ എന്ന് ആ സിംഹത്തോട് പറഞ്ഞു. ഫവല്ല വ ഇന്ന ലഹു ലസഈർ, ഗർജിച്ചുകൊണ്ട് ആ സിംഹം അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഞാൻ മെല്ലെ കണ്ടു. അപ്പോഴും സുലത്ത് തങ്ങൾക്കറിയില്ല തൻ്റെ നിസ്കാരം വീക്ഷിക്കുന്ന ഒരാൾ ബാക്കിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന്. ഫഹമിദ് അല്ലാഹു ബിമഹാമിദ്, ഒരുപാട് അല്ലാഹുവിനെ സ്തുതി പറഞ്ഞു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൻ തുജീറനി മിനന്നാർ, പടച്ചവനെ നീ എന്നെ നിന്റെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളേണമേ. ഫമിഥിലീ ലാ യജ്തരിഉ അൻ യസ്അലകൽ ജന്ന, എന്നെ പോലെയുള്ള ആളുകൾക്ക് നിന്നോട് സ്വർഗം ചോദിക്കാൻ ധൈര്യം വരുന്നില്ല റബ്ബേ. എന്നെ നരകത്തിൽ നിന്ന് കാത്തോളണമേ, എനിക്ക് സ്വർഗം താ പടച്ചവനെ എന്ന് പറയാൻ എനിക്ക് ധൈര്യം വരുന്നില്ല എന്ന് മഹാനവറുകൾ കയ്യുർത്തി ഇങ്ങനെ ഒരുപാട് നേരം ദുആ ചെയ്യുന്നത് ഞാൻ അറിഞ്ഞു. മഹാനവറുകൾ വീണ്ടും നിസ്കാരത്തിലേക്ക് പോയപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ അവിടുന്ന് നടന്നകന്നു പോന്നു. പിന്നീട് എപ്പോഴോ അദ്ദേഹം വന്ന് കടന്നിട്ടുണ്ട്. സുബഹി നിസ്കാരമാകുമ്പോൾ എല്ലാവരും ഉണരുമ്പോൾ മഹാനായ സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി സുലത്ത് ഇബ്നു അശിയം തങ്ങള് കണ്ണുകൾ തിരുമ്മിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് ഉറക്കച്ചടവോടുകൂടെ, ഒരുപാട് ഉറങ്ങി ഒരാൾ എഴുന്നേൽക്കുന്ന പോലെ ഒരിറ്റ് പോലും കൺപോളെ അടക്കാതെയാണ് അദ്ദേഹം വന്ന് കിടക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ കൂടെയുള്ള ആളുകളൊന്നും അറിയാതിരിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഉറങ്ങിയെന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് മഹാനായ സുലത്ത് ഇബ്നു അശിയം റഹ്മത്തുള്ളാഹി അലൈഹി ജനങ്ങൾ ഉറങ്ങിയതുപോലെ ഉറക്കം നടിച്ചുകൊണ്ട് കിടന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ മഹാനവറുകൾ എഴുന്നേൽക്കുന്നതും ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഫവല്ലാഹി മാ റഫഅഹുല്ലാഹു ഇല്ലാ ബിഹാദാ, ആരാരും അറിയാതെ, ഒരു മനുഷ്യനും അറിയാതെ, ഒരാളോടും വിളിച്ചു പറയാതെ, ഒരാളോടും കൊട്ടിഘോഷിക്കാതെ, ഒരാളോടും പറഞ്ഞറിയിക്കാതെ അവനവനും അല്ലാഹും തമ്മിൽ മാത്രം അറിയുന്ന ഒരു രഹസ്യമായ ഇബാദത്ത് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാകണം അല്ലാഹു ഈ മഹാനെ ഇത്രമേൽ ഉയർത്തിയത്. ഇതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങളിൽ റിയാ, സുംഅത്ത്, ആളുകൾ അറിയണം, നാലാളുകൾ കേൾക്കണം എന്ന ഒരു ചിന്തയുമില്ലാതെ, ഒരാഗ്രഹവുമില്ലാതെ പടച്ചവന്റെ മുമ്പിൽ പച്ചയായ മനുഷ്യരായി കരഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ അടിമകളാണ് എന്ന അടിമത്വം ബോധിപ്പിക്കേണ്ട ഒരു സമയം. ശുദ്ധ റമളാൻ വിളിപ്പാടകലെ വന്ന് നിൽക്കുകയാണ്. റമളാൻ നമ്മളെ മാടി വിളിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله
ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. പാപങ്ങളെക്കുറിച്ച് നമ്മൾ പേടിക്കണമെന്നാണ്. ചെറുദോഷം വൻദോഷം, അത് വലുത് ഇത് ചെറുത് എന്ന് നോക്കല്ലേ. ലാ തൻദുർ ഇലാ സിഗരിൽ മഅസിയതി വൻദുർ ഇലാ ഇളമി മൻ അസൈത്. ആരോടാണ് നമ്മൾ ഈ തെറ്റു ചെയ്തത് എന്ന അള്ളാഹുവിൻ്റെ മഹത്വമാണ് നോക്കേണ്ടത്. അള്ളാഹു എത്ര വലിയവനാണ്. നമ്മൾ ചെയ്ത തെറ്റ് ചെറുതാണ്, അത് കുഴപ്പമില്ലല്ലോ, അത് ചെറുതല്ലേ എന്ന് വിചാരിക്കല്ലേ. വന്നുർ, നീ നോക്കേണ്ടത് ആരോടാണ് നീ എതിര് ചെയ്തിരിക്കുന്നത്, ആരോടാ നീ എതിര് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബോധം വരുന്ന മുഅ്മിനാണ് മുഅ്മിനീങ്ങളിൽ മുഖ്ബിതീങ്ങൾ എന്നറിയപ്പെടുന്ന, പടച്ചവൻ ഇഷ്ടപ്പെടുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം 100 തവണ അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചിരുന്നു അത്രേ. അവിടത്തേക്കൊരു തെറ്റുപോലും ഇല്ലാത്തവരാണ് ഹബീബായ തങ്ങള്, ഒരു പാപവുമില്ലാത്തവരാ, മഅസൂമാണ്. പുണ്യനബി തങ്ങൾ മഅസൂമാണ്. അല്ലാഹു പാപ സുരക്ഷിതത്വം നൽകിയ റസൂലാണ്, എല്ലാ പ്രവാചകരെയും പോലെ. എന്നിട്ട് പോലും അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് 100 തവണ പറയാത്ത ഒരു ദിവസം പോലും കഴിഞ്ഞു പോകുന്നില്ല. അത് റമളാനിൽ നിന്ന് മാത്രമല്ല, റമളാൻ അല്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ചുണ്ടുകളിൽ നമുക്ക് പറയാൻ കഴിയുന്ന, തെറ്റ് ചെയ്തവരും ചെയ്യാത്തവർക്കും പറയാൻ പറ്റുന്ന, പറയേണ്ടുന്ന, അത് ചൊല്ലുന്നത് വഴി അല്ലാഹു സമ്പത്തിൽ വർധനവ് നൽകുമെന്നും അപകടങ്ങളിൽ നിന്ന് സുരക്ഷ നൽകുമെന്നും ജീവിതത്തിൽ അനുഗ്രഹം നൽകുമെന്നും പറഞ്ഞ ഒരു ദിക്റുണ്ടെങ്കിൽ അത് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് മാപ്പ് നൽകണേ പടച്ചവനെ, എന്നോട് പൊറുക്കണേ. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ കുറ്റക്കാരാണ് എന്ന് തോന്നിയിട്ട് ഒരു അടിമയുടെ മുമ്പിൽ, ഒരു ഉടമസ്ഥൻ്റെ മുമ്പിൽ ഒരടിമ താണുകേണ് നിൽക്കുന്ന പോലെ നമുക്ക് നിൽക്കാൻ കഴിയണം. അങ്ങനെ നമുക്ക് കഴിയോ? നമ്മുടെ പള്ളി എത്ര മനോഹരമാണെങ്കിലും പച്ച മണ്ണിൽ നമ്മൾ സുജൂദ് ചെയ്യുന്നതായി നമ്മുടെ മനസ്സിൽ വരണം. പച്ച മണ്ണിൽ ഞാൻ ഈ ഉയർത്തിവെക്കുന്ന എൻ്റെ ഈ നെറ്റിയും എൻ്റെ മുഖവും ആളുകൾ ചവിട്ടി നടക്കുന്ന മണ്ണിനോളം താഴെയാണ്. പടച്ചവനെ, ഞാൻ മണ്ണോളം നിന്റെ മുമ്പിൽ ചെറുതാണ് എന്ന് ബോധിപ്പിക്കുന്നതാണ് സുജൂദ്. അത് നല്ല കാർപ്പറ്റിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് വരണമെന്നില്ല. അപ്പം നമ്മളെ പള്ളിയുടെ മനോഹാരിതയും അതിൻ്റെ ഭംഗിയും കാർപ്പറ്റിൻ്റെ സുഗന്ധവുമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. പക്ഷേ നമ്മുടെ ചിന്തയിൽ വരേണ്ടത്, ഞാൻ മണ്ണിലാണ് ഈ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തലയെ ഞാനും ജനങ്ങളും കാല് വെച്ച് ചവിട്ടുന്ന സ്ഥലത്ത് എൻ്റെ തല ഞാൻ വെക്കുകയാണ്. അതാണ് സുജൂദ്, അല്ലേ? ആളുകൾ ചവിട്ടുന്നിടത്ത് നമ്മുടെ തല വെക്കുകയാണ്. അതാണ് വിധേയത്വം. അങ്ങനെ നമ്മൾ പച്ചയായ മനുഷ്യനാണ് അള്ളാഹിൻ്റെ മുമ്പിൽ. നമ്മളൊന്നുമല്ല എന്ന് തോന്നണം. അത് റമളാനിൻ്റെ മുമ്പ് തന്നെ തോന്നണം. റമളാൻ ആ ഒരു അള്ളാഹുവിനോടുള്ള വിധേയത്വം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ പടച്ചവൻ തരുന്ന വസന്തമാണ്. അള്ളാഹു വിളിക്കുകയാണ്. പുണ്യനബി തങ്ങളോട് പറഞ്ഞു, നബിയെ, അങ്ങാണ് വിളിക്കേണ്ടത്, എനിക്ക് പകരം അങ്ങ് വിളിക്കണം. ഖുൽ യാ മുഹമ്മദു, മുഹമ്മദ് നബിയെ അങ്ങ് വിളിച്ചു പറയണം. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന അങ്ങയുടെ സമൂഹത്തിലെ, ഉമ്മത്തിലെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയണേ, ഒരുപാട് തെറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ തെറ്റുകളുടെ ഗൗരവം പോലും അറിയാതെ, ആ പാപത്തിൻ്റെ ഭീകരത പോലും മനസ്സിൽ കൊണ്ടുവരാതെ ഇങ്ങനെ പാപങ്ങളിലൂടെ നടക്കുന്ന അങ്ങയുടെ അനുയായികളോട് പറയൂ നബിയേ, അള്ളാഹു ഞങ്ങളുടെ പാപങ്ങളെ കാരണം ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കുമോ എന്ന് ഭയപ്പെടുന്നവരോട്. ആ ഭയപ്പാട് ആദ്യം വരണം. ആ ഭയപ്പാട് ആദ്യം വരണം. അതുള്ളവരോട് അള്ളാഹു പറയണത്. പേടിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ മഫ്തൂൻ, നമ്മളൊക്കെ വഞ്ചിതരാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ.
പേടി തോന്നണില്ല. തെറ്റുകൾ ചെയ്തിട്ടൊന്നും ഒരു പേടിയും തോന്നുന്നില്ല. ആളുകൾ മരിക്കുന്നുണ്ട്, ഒരു കുലുക്കവും വരുന്നില്ല. മനസ്സ് ചത്തുപോയി എന്നതിനർത്ഥം. നമ്മുടെ മനസ്സിന് ജീവനില്ല, ഹൃദയത്തിന് തുടിപ്പില്ലാതെയായിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ശ്വാസം നിലക്കുന്നതിൻ്റെ മുമ്പ് മരിച്ചു പോകുന്ന ഇത്തരം ആളുകളുണ്ട്. യാ അല്ലാഹ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നുണ്ട്, മഹാന്മാരായ ആലിമീങ്ങളിൽ ഒരാളിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പണ്ഡിതനായവരെ, നിങ്ങൾക്കറിയോ, രാത്രികാലങ്ങളിൽ ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ കണ്ണുനീർ വാർത്ത എൻ്റെ കണ്ണുനീർ തുള്ളികളെങ്ങാനും ചെടികൾ കുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ ചീരകളും പച്ചയിലകളും മുളക്കുമായിരുന്നു എൻ്റെ കണ്ണുനീര് കൊണ്ട്. അത്രയ്ക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം ആലിം പറഞ്ഞു, അള്ളാഹുവിനോട് നീ ചെയ്ത തെറ്റുകളോർത്ത് നീ ചിരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ ചെയ്ത നന്മകളെ ഓർത്ത് അഭിമാനം കൊള്ളുന്നതിനേക്കാളും നിനക്ക് ഖൈറ് എന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ വലുതാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചു, നമ്മൾ എന്തൊക്കെയോ നന്മകൾ ചെയ്തു വെച്ചവരാണ് എന്ന് തോന്നുന്നതിനേക്കാളും അള്ളാഹുവിനിഷ്ടം ഒരു മനുഷ്യൻ്റെ കൽബിൽ, ഹൃദയത്തിൽ തോന്നുന്ന ഇൻകിസാർ, ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണല്ലോ പടച്ചവനെ എന്ന് റബ്ബിനോട് തോന്നുന്നത്. അത് സെൽഫ് എസ്റ്റീം ഇല്ലായ്മയല്ലാതെ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയുമല്ലാതെ പടച്ചവൻ്റെ മുമ്പിലുള്ള സബ്മിഷനാണ്, അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ലോയൽറ്റിയാണത്. പടച്ചവനോട് തോന്നേണ്ട നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ആണത്. അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള നമ്മുടെ സറണ്ടറാണത്. മഹാനായ മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ലൗ കാന ലിദ്ദുനൂബി റീഹുൻ, തെറ്റുകൾ മനുഷ്യൻ ചെയ്യുമ്പോൾ ആ തെറ്റുകൾക്കെങ്ങാനും ഒരു ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, മാ ഖദറ അഹദുൻ അൻ യജ്ലിസ ഇലയ്യ മിൻ അഹ്ലിൽ അർള്, ഈ ഭൂമിയിൽ ഒരാളും എൻ്റെ കൂടെ വന്നിരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത് ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്ന മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി റഹിമഹുല്ലാഹ് ദുആക്കുത്തരമുള്ള മഹാനായിരുന്നു. ഖുതൈബത്ത് ഇബ്നു മുസ്ലിം അൽ ബാഹിലി തങ്ങൾ താബിഈയാണ്. മഹാനവറുകൾ ധർമ്മസമരം നടത്തുമ്പോൾ, ജിഹാദിന് വേണ്ടി മഹാനവറുകളുടെ സൈന്യങ്ങൾ പുറപ്പെടുമ്പോൾ, ആ സൈന്യ പാതിരാവുകളിൽ വിശ്രമിക്കുമ്പോൾ മഹാനായ മുഹമ്മദ് ഇബ്നു വാസി അൽ അസ്ദി തങ്ങൾ എവിടെയെങ്കിലും ദുആയിരക്കുന്നുണ്ടോ ഇരുന്നു കൊണ്ട് എന്നിങ്ങനെ അദ്ദേഹം നോക്കുന്ന, അങ്ങനെ എങ്ങാനും മുഹമ്മദ് ഇബ്നു വാസി എന്നവർ ദുആ ചെയ്യുന്ന വിരലുകൾ അല്ലാഹുവിലേക്ക് ഉയർന്ന കൈകൾ കാണുകയാണെങ്കിൽ, വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ഇബ്നു വാസി ഇല സമാ അർജാ ഇൻദി മിൻ അൽഫി ഷാബിൻ ത്വരീരിൻ വഅൽഫി സൈഫിൻ ഷഹീർ. 1000 യോദ്ധാക്കളും അവരുടെ ആയുധങ്ങളും എനിക്ക് ലഭിക്കുന്നതിനേക്കാളും എനിക്ക് പ്രതീക്ഷയുള്ളത് മുഹമ്മദ് ഇബ്നു വാസി എന്നവരുടെ ആകാശത്തേക്ക് ഉയരുന്ന പ്രാർത്ഥനയുടെ വിരലുകളാണ്. എനിക്കത് മതി, കുറെ ആളെണ്ണമൊന്നും എനിക്ക് വേണമെന്നില്ല. ആ മഹാന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ നാളെ എനിക്ക് വിജയമുണ്ട് എന്ന് പറഞ്ഞ മഹാൻ. പ്രാർത്ഥന വലുതാണ്. പ്രാർത്ഥിക്കാൻ മറക്കരുത്. നമ്മുടെ മനസ്സിനത് പാകപ്പെടുത്തും. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോകേണ്ടതില്ല. നമ്മുടെ മനസ്സിന് വേണ്ട സ്ട്രെങ്ത് കരഞ്ഞാൽ കിട്ടുന്നതാണ്. എപ്പോഴും കരയുന്ന അസുഖമുള്ള ആളുകളുണ്ട്. ചില കുട്ടികളൊക്കെ അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും പറയണമെങ്കിൽ കരഞ്ഞിട്ടേ പറയുള്ളൂ. അപ്പോൾ ഉമ്മാരൊക്കെ ചീത്ത നീ കരയാണ്ട് പറയുമ്പോളെ അപ്പോഴും കരയും. അങ്ങനെ കരഞ്ഞ് അതൊരു ഒരു ചില ആളുകൾക്കൊരു വീക്ക്നെസ് ആയിരിക്കും. ചില ആളുകൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അവരോട് ഡോക്ടർമാർ പറയുന്നതെന്താണെന്നറിയും, സൈക്കാട്രിസ്റ്റുകൾ, കരയാനൊരു ടൈം വെച്ചിട്ട് ഒരു ദിവസം 5 നേരം ടൈം വെച്ചിട്ട് എവിടെയെങ്കിലും മുണ്ടാണ്ടിരുന്ന് പോയി കരയുന്നു. അങ്ങനെ 2 ആഴ്ച കരയാൻ പറയും. എന്നിട്ട് പറയും ഇനി ഒരു ദിവസം 2 നേരം വെച്ചിട്ട് കരയാ. അങ്ങനെ 2 ആഴ്ച കരയാൻ പറയും. പിന്നെ ദിവസം 1 നേരം വെച്ച് കരയാൻ പറയും. പിന്നെ ഇവരെ കരച്ചിൽ നിൽക്കും. മനസ്സ് സ്ട്രോങ് ആവുന്ന പറയാ. മനുഷ്യൻ കരയണമെന്ന. ഇന്നാർക്കും കരച്ചിൽ കേൾക്കാൻ ഇഷ്ടമല്ല, കരച്ചിൽ വരുന്ന വാള് കേൾക്കാനും ഇഷ്ടമല്ല അല്ലേ? കരയുന്ന ഒരു മെസ്സേജുകളും ആർക്കും വേണ്ട. ഒക്കെ തമാശയും കോമഡി മാത്രം മതി, ജോക്കുകൾ മാത്രം മതി. മനുഷ്യൻ കരയണം.
അലാ ഫല്യബ്കൂ കസീറാ വല്യദ്ഹകൂ ഖലീലാ. നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യണമേ. ലൗ തഅലമൂന മാ അഅലമു ലളഹക്തും ഖലീലാ വലബകൈതും കസീറാ. പരലോകത്തിൻ്റെ വിഷയങ്ങളും അല്ലാഹു നാളെ മനുഷ്യന് വേണ്ടി തയ്യാർ ചെയ്തു വെച്ച നരകവും വിചാരണയും അല്ലാഹുവിൻ്റെ ഹിസാബും മീസാനും സിറാത്തും നരകവും ജഹന്നവും ഞാൻ അറിയുന്ന പോലെ മനുഷ്യരെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ധാരാളം കരയുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്കിരുന്ന് കരയാണ്, ഒറ്റയ്ക്കിരുന്ന് കരയാണ്. അതാരോടും പറയുന്നു വേണ്ട. മുഹമ്മദ് ബിൻ വാസി എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന ഈ മഹാനാണ് പറയുന്നത്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ കാന ലിദ്ദുനൂബി റീഹുൻ, പാപങ്ങൾക്ക് ഒരു ഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു മനുഷ്യന് തെറ്റ് ചെയ്താൽ ആ മനുഷ്യൻ്റെ ദേഹത്തിന് ദുർഗന്ധം വരുമായിരുന്നുവെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കാൻ ഒരാളും വരില്ലായിരുന്നു. ഞാൻ അത്രമേൽ പാപിയാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് ചിന്തിച്ചു പോയത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്ന താബിഈയായ മുഹമ്മദ് ബിൻ വാസി റഹ്മഹുല്ലാഹ്. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളൊക്കെ ഭയങ്കര സംഭവമാണെന്നല്ലേ നമുക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ സലഫ് സ്വാലിഹീങ്ങളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ എവിടെയാണെന്ന് നമുക്കൊരു ബോധം വരാനാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വലിയ മലക്കുകളെന്നൊക്കെ തോന്നിപ്പോകും നമുക്ക്. പക്ഷെ മുമ്പ് ഖൈറുൽ ഖുറൂനിലേക്ക് ഇങ്ങനെ ചേർത്തി നോക്കണം. ഖൈറുൽ ഖുറൂൻ, അതാണ് ഇത്തിബാഅ് ചെയ്യേണ്ട കർണുകൾ. ആ കർണിൽ, ആ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞു പോയ ആളുകളെ നമ്മളിങ്ങനെ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാഹ്, ഇദാ ദുകിറ സ്വാലിഹൂൻ കുൻതു അൻഹും ബിമഅ്സിലിൻ. സജ്ജനങ്ങളുടെ കാര്യം പറയുമ്പോൾ, സ്വാലിഹീങ്ങളെന്ന് പറയപ്പെടുമ്പോൾ, നല്ല ജനങ്ങളെന്ന് പറയപ്പെടുമ്പോൾ ഈ അയ്യൂബ് സഖ്തിയാനിക്ക് എന്താണ് അവിടെ പറയാനുള്ളത്? ഞാൻ എവിടെയാണ് കിടക്കുന്നത്? സ്വാലിഹീങ്ങളിൽ പെടാൻ ഞാൻ ആര് എന്ന് ചോദിച്ചത് ഇമാം മാലിക് എന്നവരുടെ ഹദീത്ത് പണ്ഡിതന്മാരിൽ ഇമാം മാലിക് എന്നവർ ഹദീത്ത് രേഖപ്പെടുത്തിയ മുഹദ്ദിസാണ്. കറാമത്തുകൾ ലൈവിൽ കാണിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ വലിയായിരുന്നു അയ്യൂബ് സഖ്തിയാനി റഹ്മഹുല്ലാഹ്. ലൈവിൽ കറാമത്ത് കാണിച്ചു കൊടുത്ത മഹാനാണ്. ഹജ്ജിന് വന്നപ്പോഴാണ് നമ്മളത് വാലിന് പറഞ്ഞതാണ്, ഞാനത് ആവർത്തിക്കല്ല. എന്നാലും ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ചില ഉണർത്തലുകൾ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെടുന്നല്ലേ. മക്കയിൽ ധാരാളം പാറക്കല്ലുകൾ നിറഞ്ഞ മലകളാണ്. അറിയാലോ, മക്കത്ത് പോയവർക്ക് പാറകളാണ്. നമ്മുടെ മാനന്തവാടിയിലും വയനാട്ടിലൊന്നും, നമ്മുടെ ബത്തേരിയിലും, നമ്മുടെ കൽപ്പറ്റയിലും ചുരത്തിലൊന്നും കാണുന്ന പോലെയുള്ള പച്ചമലകളില്ലല്ലോ. സൗദി അറേബ്യയിൽ വളരെ കുറഞ്ഞ ചില ഏരിയകൾ മാത്രം. മക്കയും മദീനയൊക്കെ ഉണങ്ങിയ പാറമലകളാണ്, വെറും പാറകൾ. കഅബാലയത്തിൻ്റെ ചുറ്റും ഒരുപാട് മലകളായിരുന്നു. ആ മലകളൊക്കെ ഇന്ന് കുറേ ഇടിച്ച് പൊളിച്ചു. അവിടെ നിന്ന് എക്സ്പാൻഷന് വേണ്ടി, സൗകര്യം ചെയ്യാൻ വേണ്ടി ഹാജിമാർക്ക് താമസിക്കാനും, ഹാജിമാരെന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് വരുന്നവരൊക്കെ ഹാജിമാരെന്ന് പറയും കേട്ടോ, ഒരു പ്രയോഗമാണ്. കഅബയെ ലക്ഷ്യമാക്കി വരുന്നവർ, അവർക്കുള്ള സൗകര്യത്തിന് വേണ്ടി അതൊക്കെ ഇടിച്ചു പൊളിച്ച് കുറേ മലകളൊക്കെ അവിടെ നിന്ന് പോയതാണ്. പിന്നെ കുറേ മലകളൊക്കെ ഇദാ റഅയ്ത ജിബാല മക്ക ബുഅജത് ഖലായിമ, ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്ന ഒരു റിവായത്തുണ്ട്, മക്കയിലെ കുന്നുകൾക്ക് തുരങ്കങ്ങൾ ഉണ്ടാകുന്നത് ഇബ്നു മസ്ഊദെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫഖദ് അദല്ലത്തി സാഅ, അത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മക്കത്തെ തുരങ്കങ്ങളേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, പാറമലകളാണ്. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മഹാനവറുകൾ അവിടെ നിർത്തി കൂടുതലുള്ള ആളുകളെ, സംഘാളുകൾ സമരക ഉംറ കൊണ്ടുപോകും, അങ്ങനെ തോൽച്ചോണ്ടാണ്. കുറേ ആൾക്കാരുണ്ടാവും മുമ്പിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിർത്തിയിട്ട് ചോദിച്ചു, കറാമത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ചിലരൊക്കെ പറഞ്ഞു ഉണ്ട്, ചിലരൊന്നില്ല. നിങ്ങോട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പാറയല്ലേ, ഉണങ്ങിയ പാറകളാണ്. ആ പാറയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് മഹാൻ പറഞ്ഞു, ഒതുക്കാനൊക്കെ ആവശ്യമില്ലേ, കുടിക്കാൻ ദാഹിക്കണല്ലേ, വെള്ളം വേണ്ടേ? ബിസ്മില്ലാ. കൈ ഇങ്ങനെ പാറയിൽ അമർത്തിപ്പിടിച്ചു. കൈ ഇങ്ങനെ എടുത്തപ്പോൾ
അതിൽ നിന്ന് വെള്ളം ഒലിച്ചു. ഇത് ഡിങ്കം കഥയല്ല, ഔലിയാക്കന്മാരുടെ കറാമത്തുകളാണ്. ആ വെള്ളം ഇവരൊക്കെ കുടിച്ചു. എല്ലാവർക്കും മതിയായില്ലേ എന്ന് ചോദിച്ചു. മതി മതി എന്ന് പറഞ്ഞു. അവിടെ തന്നെ കൈവച്ചു, ഒരു ദിക്റ് ചൊല്ലി ആ വെള്ളം നിന്നും ചെയ്തു. ഇങ്ങനെ ചെയ്ത മഹാനാണ് അയ്യൂബ് സഖ്തിയാനി എന്ന് പറയുന്ന ഞാനീ പറയുന്ന മഹാൻ. ഇമാം മാലിക് എന്നവർ മഹാനവറുകളുടെ ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ കുറേ കാലം മഹാനവറുകൾ എങ്ങനെ നോക്കി നടക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് ഈ മനുഷ്യൻ? ഹദീസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത, ഒരുപാട് ഹിഫ്ളുള്ള മഹാനായിരുന്നു അയ്യൂബ് സഖ്തിയാനി തങ്ങൾ. പക്ഷേ ഇമാം മാലിക് എന്നവർ മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസുകളൊന്നും രേഖപ്പെടുത്തിയില്ല. മഹാന് മദീനയിൽ വന്നപ്പോഴൊന്നും പോയി ചോദിച്ചില്ല, ആളെ അറിയില്ലായിരുന്നു എന്നാണ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരാൾ പറയുന്നതോ പ്രസംഗിക്കുന്നതോ അല്ല വിഷയം, ആര് പറയുന്നു എന്നതാണ് വിഷയം. അതാണ് ഹദീസ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. അതാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ സഹീഹായ ഹദീസ് തന്നെ ആയിരിക്കും അത്. പക്ഷെ ആ റിപ്പോർട്ട് ചെയ്ത ആൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതോടുകൂടെ ആ ഹദീസ് ദുർബലമായ ഹദീസായി മാറും. എന്തേ? ആ റിപ്പോർട്ട് ചെയ്ത മനുഷ്യൻ നുണ പറഞ്ഞ ആളായിരുന്നു. അതുകൊണ്ട് പറയുന്നത് ആര് എന്നതും വലിയ. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൽയൻദുർ അഹദുകും അമ്മ യഖുദു ദീനഹു. മഹാനായ ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞതാണ്, ഇത് ദീനാണ്, അത് ആരിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകതയുള്ള കാര്യമാണ്. എല്ലാവരുടെയും വേള, ഇപ്പോൾ യൂട്യൂബിൽ കുറേ വേള കേൾക്കും. എല്ലാ സമയം നിങ്ങൾക്ക് വിശ്വസ്തതയും നിങ്ങൾക്ക് ബോധ്യവുമുള്ള ആളുകളാണോ അവരതേ കേൾക്കാവുന്ന. പറഞ്ഞിരുന്നതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ പറയുന്ന ആളിൻ്റെ നന്മ കൂടെ ആകുമ്പോഴാണ് അതിന് അസറുണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. പോട്ടെ. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പറയുമായിരുന്നു, ഇങ്ങനെ കറാമത്ത് കാണിച്ച ഇമാം മാലിക് എന്നവരെ. എന്നിട്ട് അവസാനം അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ മാലിക് ഇമാം അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നു. എനിക്ക് ഇയാളെ ഒന്ന് പഠിക്കണം, എന്നിട്ട് മതി അദ്ദേഹത്തിൻ്റെ ഹദീസ്. അങ്ങനെ മക്കയിൽ പോയി മദീനയിലേക്ക് വന്നു, മദീനയിൽ കൂടെ പോന്നു. അങ്ങനെ മദീനത്തെ പള്ളിയിലും മക്കത്തെ പള്ളിയിലും ഹജ്ജിൻ്റെ സമയത്ത് ദർസുകൾ ഇങ്ങനെ നടക്കും. ഓരോ പള്ളിൻ്റെ സാരിയ, പള്ളിൻ്റെ തൂണിൻ്റെ അടുത്ത് വെച്ചിട്ട് ഓരോ ഹലക്കകൾ ഉണ്ടാവും, ഓരോ ഇമാമുമാരുടെ, ഓരോ പണ്ഡിതന്മാരുടെ. അയ്യൂബ് സഖ്തിയാനി തങ്ങൾ അവിടെ ഒരു ഹലക്കയിൽ ഇരിക്കുമ്പോൾ ഇമാം മാലിക് എന്നവർ മഹാനവറുകളങ്ങ് നോക്കുകയാണ്, ഇയാൾ എങ്ങനെയുണ്ട് എന്ന്. ഇമാം മാലിക് എന്നവർ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി മുതൽ അയ്യൂബ് സഖ്തിയാനിയുടെ ഹദീസ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചു. എന്തേ കാരണം എന്ന് ചോദിച്ചു. ഞാൻ അയ്യൂബ് സഖ്തിയാനിയെ നോക്കുമ്പോൾ കുല്ലമാ ദുകിറ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ഹശ ബിൽ ബുകാ. പുന്നാര റസൂലിൻ്റെ പേര് ആ സദസ്സിൽ പറയപ്പെടുമ്പോൾ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ പൊട്ടിക്കരയുന്നത് ഞാൻ കാണുമായിരുന്നു. അത്ര ഹബീബിനോട് മഹബത്തുള്ള ആളാണ്. ഹത്താ അർഹമ, ഞങ്ങളൊക്കെ ചെന്നിട്ട് സമാധാനിപ്പിക്കും, സാരല്ല സാരല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേങ്ങി തേങ്ങി കരയുമായിരുന്നു ഹബീബിൻ്റെ പേര് കേൾക്കുമ്പോൾ. അത്ര സ്നേഹമുണ്ടായതിൻ്റെ പേരിൽ ഞാൻ അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ രേഖപ്പെടുത്താൻ തുടങ്ങി എന്ന് മുഅത്തയുടെ സ്വാഹിബായ ഇമാം മാലിക് ഇബ്ൻ, മഹാനായ ഇമാം മാലിക് ഇബ്ൻ അനസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അങ്ങനത്തെ മഹാൻ പറയാ സ്വാലിഹീങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും ഞാനില്ലല്ലോ. യാ അല്ലാഹ്, ഇദാ ദുകിറ സ്വാലിഹൂൻ കുൻതു അൻഹും ബിമഅസിലിൻ. സ്വാലിഹീങ്ങൾ പറയപ്പെടുമ്പോൾ ആ കൂട്ടത്തിലൊന്നും പെടാൻ മാത്രം അയ്യൂബ് ആയിട്ടില്ലല്ലോ പടച്ചവനെ. അതൊക്കെ അവർ പറയുമ്പോൾ നമ്മളൊക്കെ എന്താ പറയാ പടച്ചവനെ? നാണിച്ചു പോവാണ് നമ്മൾ. ഹയാ അമ്മിനല്ലാഹ്, ഹയാ അമ്മിൻ ഹഉലാ ഇസ്സാദ. ഈ മഹത്തുക്കളായ ആളുകളുടെ മുമ്പിൽ നമ്മൾ നാണിച്ചു പോവാണ്. നമ്മൾ എന്താണ്? നമ്മളൊന്നുമല്ല. അവരൊക്കെ അടിച്ചുവാരിയ ഒരു ചൂലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈർക്കിളിയോളം എത്തുമോ നമ്മളൊക്കെ?